നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ ലേണിംഗ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമ്മു. ഞാൻ പഠിപ്പിക്കുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. ഹായ് എവരി വൺ. എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറന്നുപോയോ? എങ്കിൽ നമുക്ക് ചെറുതായി ഒന്ന് റിവൈൻഡ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞ ഒരു പാഠമായിരുന്നു പഠിച്ചു തുടങ്ങിയത് അല്ലേ? അതെ. ആ കഥയിൽ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ആരൊക്കെയായിരുന്നു? ഒന്ന് പറഞ്ഞേ. അതെ, സാഷ. പിന്നെ ഒരാളും കൂടെ ഉണ്ടല്ലോ, ഒരു ഫ്രണ്ട് ഇല്ലേ സാഷയ്ക്ക്? യെസ്, നവീൻ. സാഷയുണ്ട്, നവീനുണ്ട്. പിന്നെ നമ്മൾ ആരെയൊക്കെ കണ്ടു ആ പാഠത്തിൽ? അതെ, സാഷയുടെ അമ്മയെ കണ്ടു, അച്ഛനെ കണ്ടു, ആൻഡ് ഓൾസോ ഒരു പെൺകുട്ടി, ഒരു സ്ട്രേഞ്ചർ, അവർക്ക് അറിയാത്ത ഒരു പെൺകുട്ടിയും ആ കഥയിൽ വന്നുപോയി. അതാരാണെന്ന് നമുക്കും അറിയില്ല അല്ലേ? അപ്പോൾ അതിൽ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നുണ്ട് സാഷയുടെ ഫേവറിറ്റ് സ്നാക്ക് ഏതായിരുന്നു? ഓർമ്മയുള്ളവരൊന്ന് പറഞ്ഞേ. അതെ, ഉണ്ണിയപ്പം. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? അപ്പോൾ അന്ന് പഠിച്ച പാഠഭാഗങ്ങളുടെ തുടർച്ചയായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു പെൺകുട്ടി വന്നില്ലേ? അതാരാണെന്ന് നമുക്കറിയില്ലല്ലോ. അവൾ ആരാണെന്നൊക്കെ നമുക്ക് ഇനി പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാം. ദി ഗേൾ കംസ് എഗൈൻ. എന്താണ്? അതെ, ആ പെൺകുട്ടി വീണ്ടും വന്നു. എന്തിനായിരിക്കും അവൾ വന്നത്? അവൾ വന്നു, ജനലിൻ്റെ അടുത്ത് നിന്നു, സാഷ ചെന്നു ഒരു ഉണ്ണിയപ്പം ഓഫർ ചെയ്തു. പക്ഷേ ഷി ഡിഡ്ന്റ് ടേക്ക് ദ ഉണ്ണിയപ്പം. പിന്നെ അവൾ എന്താ ചെയ്തേ? ഷി റാൻ അവേ അല്ലേ? അവൾ ഓടിപ്പോയി. പിന്നെ എന്തിനായിരിക്കും അവൾ വീണ്ടും വന്നത്? നമുക്ക് നോക്കാം. ദി ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. എന്താ? ദി ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. എന്താ? നമ്മുടെ അടുത്ത കൂട്ടുകാർക്ക് നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മളെ ആ വിഷമത്തിൽ നിന്നും ഒരു ചിരിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ അവർക്ക് സാധിക്കും. എന്താ അതിൻ്റെ അർത്ഥം? അവരെപ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കാൻ അവർക്ക് സാധിക്കും. മിസ് അനുപമ, the teacher, was singing a song in the class. Suddenly, Sasha saw the girl again at the door. Poor girl, I think she wants to come in, Sasha murmured. Listen, said the teacher. Hearing the teacher's voice, the girl ran away. അപ്പോൾ എന്താണ്? ആൻഡ് ഹു ഈസ് ഷീ? അതെ, നിങ്ങളുടെ ക്ലാസ്സിലുണ്ടല്ലേ ഇതേപോലെയുള്ള ടീച്ചേഴ്സ്, എന്നെ പോലെ ഇതുപോലെ. ആരാണ് ഇത്? നമ്മുടെ സാഷയുടെയും നവീൻ്റെയും ടീച്ചറാണ്. ആൻഡ് വാട്ട് ഇസ് ഹർ നെയിം? അനുപമ. യെസ്, അനുപമ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പാട്ടുപാടി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എഗെയിൻ ദ ഗേൾ അപ്പിയർഡ് അറ്റ് ദ ഡോർ. എവിടെ വന്നു അവള്? ആ വാതിലിനരികിൽ വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാണ്. സാഷ അത് കണ്ടു. അപ്പോൾ സാഷയുടെ മനസ്സിൽ തോന്നുവാണ്, പുവർ ഗേൾ, ഐ തിങ്ക് ഷി വാണ്ട്സ് ടു കം ഇൻ. എന്താ സാഷിക്ക് തോന്നുന്നത്? പാവം കുട്ടി, എനിക്ക് തോന്നുന്നു അവൾക്ക് ക്ലാസ്സിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അവൾ പതുക്കെ പറഞ്ഞു. അപ്പോൾ ടീച്ചർ കേട്ടു ഇത്. പതുക്കെ ഇരുന്ന് സാഷ പറയുന്നത്. പെട്ടെന്ന് ടീച്ചർ, ഇവിടെ ശ്രദ്ധിക്കൂ. നിങ്ങളും ക്ലാസ്സിലിരുന്ന് ഇങ്ങനെയൊക്കെ കൂട്ടുകാരോട് ചെറിയ സൗണ്ടിലൊക്കെ വർത്താനം പറയും അല്ലേ? അപ്പോൾ ടീച്ചർ ഇങ്ങനെ വിളിക്കുമല്ലേ? അതുപോലെ നമ്മുടെ സാഷ സംസാരിച്ചപ്പോൾ ടീച്ചർ ഉറക്കെ വിളിച്ചു, ലിസൺ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. എന്താ? said the teacher. Hearing the teacher's voice, the girl ran away. ടീച്ചർ ഉറക്കെ സാക്ഷിയെ വിളിച്ചപ്പം, അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി എന്ത് ചെയ്തു? ആ പെൺകുട്ടി അവൾ വീണ്ടും ഓടിപ്പോയി. എന്തിനായിരിക്കും അവൾ വീണ്ടും വന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചിലപ്പോൾ സാഷ വിചാരിച്ചതുപോലെ അവൾക്കും ആ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കാൻ ആഗ്രഹം കാണും അല്ലേ? ചിലപ്പോൾ അതുകൊണ്ടാവാം അവൾ അവിടെ വന്ന് നിന്നത്, അവൾ ആ ക്ലാസ് നോക്കിയത് അല്ലേ? അങ്ങനെ ആവണം. താഴെ കൊടുത്തിരിക്കുന്നതുണ്ടോ? വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ? നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? കാരണം എന്തായിരിക്കും അവൾ വീണ്ടും വന്നതിൻ്റെ? ബിക്കോസ് ഷി വാണ്ട്സ് ടു കം ഇൻസൈഡ് ദ ക്ലാസ്. അവൾക്കും ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ വരാൻ താല്പര്യമുണ്ട്. ആൻഡ് ഷീ ലൈക്ക് ടു സ്റ്റഡി. അവൾക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. അതൊക്കെ കൊണ്ടായിരിക്കാം അല്ലേ? നോക്കാം എന്തായിരിക്കും കാരണമെന്ന്. എ ലല്ലബി. എന്താണ് ഈ ലല്ലബി? ഒരു പുതിയ വാക്കാണ് ഈ ലല്ലബി. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാവും.
നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ന്യൂ വേർഡ്സ് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ലല്ലബി. ലല്ലബി എന്താണ്? താരാട്ട് പാട്ട്. അമ്മ കുഞ്ഞുങ്ങളെ ഉറക്കാൻ വേണ്ടി പാടുന്ന താരാട്ട് പാട്ടാണ് ലല്ലബീസ്. ഇപ്പൊ ഇവിടെ ആരാണ് ലല്ലബീസ് പാടുന്നത്? ഇവിടെ ആരായിരിക്കും താരാട്ട് പാട്ട് പാടുന്നത്? സ്കൂളിലാണോ? ഹേയ്, അല്ലായിരിക്കും. ചിലപ്പോൾ ആകാനും സാധ്യതയുണ്ട്. പഠിപ്പിക്കാൻ താരാട്ട് പാട്ടുകളുണ്ടെങ്കിൽ പാടിയല്ലേ പറ്റൂ, അല്ലേ? പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ വേറെ എവിടെയോ ആണ് താരാട്ട് പാട്ട് പാടുന്നത്. നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ഒരു സംശയവും ഇല്ല, നമുക്ക് ഉറപ്പിച്ച് പറയാം, ദിസ് ഇസ് സാഷ ആൻഡ് ഇറ്റ് ഇസ് നവീൻ. ഇവര് സ്കൂൾ വിട്ടു പോവുകയായിരിക്കും അല്ലേ? ആവും. രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. എങ്ങോട്ടാണ് അവർ പോകുന്നത്? നമുക്ക് നോക്കിയാലോ. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ were walking home. On the way they heard someone singing a song. എന്താണ്? വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് നിങ്ങളെ പോലെ അവർ നല്ല സന്തോഷത്തിൽ ബാഗൊക്കെ തൂക്കി വീട്ടിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ടു ഹോം, അവർ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ദ ഹേർഡ് എ സോങ്, അവരൊരു പാട്ട് കേൾക്കുകയാണ്. ഏതാണ് ആ പാട്ട്? നോക്കേ. The best of friends will understand your little trials and lend a hand. The best of friends will understand your little trials and lend a hand. എന്താണ്? നമുക്കൊരു വീഴ്ച പറ്റുമ്പോൾ നമ്മുടെ മനസ്സിലാക്കി നമുക്ക് അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ നമ്മളെ ഒരു കൈ തന്ന് സഹായിക്കാൻ ആർക്ക് സാധിക്കും? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് സാധിക്കും. ഈ പാട്ട് നിങ്ങൾ എവിടെയോ കേട്ടിട്ടില്ലേ? ഇതിലെ പോലെയുള്ള വരികൾ നിങ്ങൾ എവിടെയോ വേറെ കേട്ടില്ലേ? യെസ്, എവിടെയായിരുന്നു നമ്മൾ കേട്ടത്? ഇൻ ദ ക്ലാസ് റൂം. അനുപമ ടീച്ചർ അവരെ പഠിപ്പിച്ചു അല്ലേ? അപ്പോൾ ആരായിരിക്കും അവർ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഈ പാട്ട് പാടിയത്? നോക്കാം. നവീൻ, ഡു യു ഹാവ് ദ സോങ്? സാഷ ആസ്ക്ഡ്. That's the song our teacher taught us today. നവീൻ replied. സാഷ ചോദിക്കുകയാണ്, നവീൻ, നീ ഈ പാട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ നവീൻ പറയാണ്, പിന്നെ ഇല്ലാതെ, ഇന്ന് നമ്മൾ അനുപമ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ച പാട്ടല്ലേ ഇത്. ബട്ട് ഹു ഈസ് സിംഗിങ്? അതൊക്കെ ശരിയാണ്, അനുപമ ടീച്ചർ നമ്മളെ പഠിപ്പിച്ച പാട്ടൊക്കെയാണ്. പക്ഷേ ആരാണ് ഇത് പാടുന്നത്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വരൂ, നമുക്ക് കണ്ടുപിടിക്കാം ആരാണ് ഈ പാട്ട് പാടുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആൻഡ് ഹൂ ഡു യു തിങ്ക് വാസ് സിംഗിങ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആരായിരിക്കും ഇത് പാടുന്നത്? നമുക്കൊരു സംശയമില്ലേ അല്ലേ? നമ്മൾ പെട്ടെന്ന് തന്നെ ഉത്തരം പറയും, ആ പെൺകുട്ടി, ദി സ്ട്രേഞ്ചർ ഗേൾ അല്ലേ? അവളായിരിക്കും അത് പാടുന്നത്. കാരണം എന്താ? അവൾ ക്ലാസ് റൂമിൻ്റെ മുന്നിൽ വന്ന് നിന്ന സമയത്ത് ടീച്ചർ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴും ഒരു സംശയം നമുക്ക് തോന്നും, ഒറ്റ തവണ മാത്രം കേട്ട ഒരു പാട്ട് ഇവൾ എങ്ങനെ പഠിച്ചു? അപ്പോൾ അവളൊരു മിടുക്കിയാവും നിങ്ങളെപ്പോലെ അല്ലേ? നോക്കാം. എ പ്ലസന്റ് സർപ്രൈസ്. എന്താണ്? എ പ്ലസന്റ് സർപ്രൈസ്. ആർക്കല്ലേ സർപ്രൈസ് ഇഷ്ടമല്ലാത്തത്? നിങ്ങൾക്കും എനിക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സാധനമാണല്ലേ ഈ സർപ്രൈസസ്. അറിഞ്ഞും അറിയാതെ നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ. ഇവിടെയും ഒരു സമ്മാന കഥയാണ് ഇനി പറയാനുള്ളത്. നോക്കാം. ചിത്രം നോക്കിയാൽ നിങ്ങൾ, ഇത് നമ്മുടെ സാഷയും നവീനുമാണ്. ഉറപ്പിക്കാം. ആൻഡ് ഹു ഈസ് ഷീ? നിങ്ങളൊന്ന് നോക്കൂ, അവളുടെ ഒരു അപ്പിയറൻസ് നോക്കൂ. അവൾ നല്ല വൃത്തിയായിട്ടാണോ നിൽക്കുന്നത്? അല്ല അല്ലേ, പഴകിയ വസ്ത്രങ്ങളാണ്, മുടി ചീകിയിട്ടില്ല. ഇപ്പം നമുക്ക് ഇവളുടെ ഈ രൂപവും കോലവും ഒക്കെ കണ്ടിട്ട് എന്ത് മനസ്സിലാക്കാം? ഇവളാകാം ആ ക്ലാസ് റൂമിൻ്റെ മുന്നിൽ വന്ന് നിന്ന കുട്ടി അല്ലേ? എന്തായിരിക്കും ഇവർ അവളോട് സംസാരിക്കുന്നത്? എങ്ങനെയായിരിക്കും ഇവർ അവളെ കണ്ടെത്തിയത്? നോക്കാം. സാഷ ആൻഡ് നവീൻ spotted the girl near a tree. She was cradling her little brother singing the song. How quickly has she learned the song? Naveen whispered to Sasha. The girl saw them and smiled. She tried to comb her dry hair with her fingers. You sing beautifully, Naveen appreciated her. Sasha wanted to give the girl a gift. അപ്പോൾ എന്താണ്? Sasha and Naveen spotted the girl near a tree. ഒരു മരത്തിൻ്റെ അടുത്താണ് ഈ കുട്ടിയെ ആര് കണ്ടെത്തിയത്? സാഷയും നവീനും കണ്ടെത്തിയത്. അവൾ ഒരു മരത്തിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നതാണ് കണ്ടെത്തിയത്. ഷി വാസ് ക്രാഡ്ലിംഗ് ഹർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. അവളപ്പോൾ എന്ത് ചെയ്യാണ്? ഷി വാസ് ക്രാഡ്ലിംഗ് ഹർ ലിറ്റിൽ ബ്രദർ. അവളുടെ കുഞ്ഞ് അനുജനെ അവൾ എന്ത് ചെയ്യാണ്? താരാട്ട് പാടി ഉറക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കേട്ടൂലേ ലല്ലബി? ആരാ പാടിയതെന്നും ആർക്ക് വേണ്ടിയാ പാടിയതെന്നും ഇപ്പം മനസ്സിലായല്ലോ. ഈ പെൺകുട്ടിയാണ് അത് പാടിയത്. ആർക്ക് വേണ്ടിയാണ്? അവളുടെ യങ്ങർ ബ്രദറിന് വേണ്ടിയിട്ടാണ്. How quickly has she learned the song? Naveen whispered to Sasha. എത്ര പെട്ടെന്നാണ് ഇവൾ ഈ പാട്ട് പഠിച്ചെടുത്തത്.
ഒരൊറ്റ തവണ ക്ലാസ്സിന്റെ മുന്നിൽ വന്ന് നിന്നതേ ഉള്ളൂ. ടീച്ചർ ഒരൊറ്റ തവണ പാടുന്നത് അവൾ കേട്ടതേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് ഇവളിത് പഠിച്ചെടുത്തോ? നവീൻ പതുക്കെ പറഞ്ഞു സാഷയുടെ ചെവിയിൽ. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽ. അപ്പോഴേക്കും നമ്മുടെ പെൺകുട്ടി ഇവരെ കണ്ടു. അവരെ കണ്ട് അവളൊന്ന് ചിരിച്ചു. ഷി ട്രൈ ടു കോംബ് ഡ്രൈ വിത്ത് ഫിംഗേഴ്സ്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ അവളുടെ രൂപം, മുടിയൊക്കെ ചീകാതിരിക്കുകയാണല്ലേ. അപ്പൊ ഇവരെ കണ്ട് പെട്ടെന്ന് അവൾക്ക് എന്താ ഒരു നാണക്കേട് തോന്നി. അവൾ എന്ത് ചെയ്തു? ഷി ട്രൈ ടു കോം ഹെർ ഹെയർ. അവളുടെ മുടി അവൾ എന്ത് ചെയ്തു? ഇങ്ങനെ വിരലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ ഒന്ന് ചീകി ഒതുക്കാനായിട്ടൊരു ശ്രമം നടത്തി. യു സിങ് ബ്യൂട്ടിഫുള്ളി. നവീൻ അപ്രീഷിയേറ്റ് ഹർ. അപ്പൊ എന്താണ്? നവീൻ അവളെ മനസ്സറിഞ്ഞ് തന്നെ എന്ത് ചെയ്തു? അഭിനന്ദിച്ചു. നീ വളരെ നന്നായി പാടി. സാഷ വാണ്ടഡ് ടു ഗീവ് ദ ഗേൾ എ ഗിഫ്റ്റ്. സാഷയ്ക്ക് എന്താ തോന്നിയത്? ഇവൾക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ സമ്മാനമായിട്ട്. ഇത്ര നന്നായിട്ട് ഇത്ര മനോഹരമായി ഒറ്റ തവണ കേട്ട് ഒരു പാട്ട് പഠിച്ച് അനിയനെ ഉറക്കാൻ വേണ്ടി പാടിയത് കൊണ്ട്, അല്ലെങ്കിൽ പാടിയ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് ആർക്ക് തോന്നി? സാഷയ്ക്ക് തോന്നി. എന്ത് സമ്മാനം ആയിരിക്കും സാഷ കൊടുത്തിട്ടുണ്ടാവുക? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചോക്ലേറ്റ്സ് ആവോ? അതോ പെൻസിലോ പേനയോ ആവോ? അറിയില്ല അല്ലേ? എനിക്കും അറിയില്ല. നമുക്ക് നോക്കാം. ദ ഗിഫ്റ്റ്. നമ്മുടെ സമ്മാനം എത്തി. എന്ത് സമ്മാനമാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ കണ്ടോ ഈ ചിത്രത്തിൽ ഏകദേശം എല്ലാ രൂപവും ഉണ്ട് ഇല്ലേ? നോക്കേ, ആ തൊട്ടിൽ കൊടുത്തിട്ടുണ്ട്, അവർ താമസിക്കുന്ന ടെന്റ് കൊടുത്തിട്ടുണ്ട്, അവളുടെ അമ്മയെ കൊടുത്തിട്ടുണ്ട്, അവരെയും കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്ത് ഗിഫ്റ്റ് ആണ് സാഷ കൊടുത്തതെന്ന്. സാഷ ഓപ്പൺഡ് എ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. സാഷ എന്ത് ചെയ്തു? അവളുടെ ബാഗ് തുറന്ന് അതിൽ നിന്നൊരു ബുക്ക് എടുത്തു. അതെന്ത് ബുക്കായിരുന്നു? പിക്ചർ സ്റ്റോറി ബുക്ക്. നിങ്ങൾക്കും എല്ലാവർക്കും കാണുമല്ലേ ചിത്രങ്ങളോട് കൂടിയ കഥകളുള്ള ബുക്കുകൾ, ചിത്രകഥാ പുസ്തകം. ചിത്രങ്ങൾ കാണും. അപ്പൊ നമുക്ക് എളുപ്പം കാര്യം മനസ്സിലാക്കാൻ പറ്റും ചിത്രങ്ങളുള്ളപ്പോൾ. അതിന്റെ താഴെ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, അതിന്റെ ഒരു വിവരണവും കൊടുത്തിരിക്കും. നമുക്ക് എളുപ്പത്തിൽ വായിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ സാഷ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാൻ ആയിട്ട് എടുത്തത്? ഒരു പിക്ചർ സ്റ്റോറി ബുക്കായിരുന്നു. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹർ. കണ്ടോ സാഷ എന്ത് പറയാണ്? ഇതാ നിനക്ക് എൻ്റെ വക ഒരു സമ്മാനം. സാഷ ആ ബുക്ക് എടുത്ത് ആ പെൺകുട്ടിക്ക് കൊടുത്തു. അതാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. ദ ഗേൾ വൈപ്ഡ് ഹർ ഹാൻഡ്സ് ഓൺ ഹർ സ്കേർട്ട്. അപ്പോൾ അവള് ഇച്ചിരി വൃത്തികേടായിട്ടൊക്കെ നിൽക്കല്ലേ, വൃത്തിയില്ലാത്തൊരു ഡ്രസ്സൊക്കെ ഇട്ട് പഴകിയ ഒരു ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കാന്ന്. പെട്ടെന്ന് അവൾ എന്ത് ചെയ്തു? അവളുടെ കൈ അവളുടെ ഉടുപ്പിൽ എന്ത് ചെയ്തു? ഇങ്ങനെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഷി റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അവൾ ആ ബുക്ക് വാങ്ങി. ചിരിയോടുകൂടി തന്നെ അവൾ ആ ബുക്ക് വാങ്ങി. കവിത, ഹു ഈസ് ദെയർ? ഹർ മദർ കോൾഡ് ഔട്ട്. അപ്പോൾ അവളുടെ അമ്മ വിളിച്ചു. എന്താ വിളിച്ചത്? കവിത. അപ്പൊ നമുക്ക് ഈ പെൺകുട്ടിയുടെ പേര് പിടികിട്ടി ഇല്ലേ? ഇത്രയും നേരം നമുക്ക് ഈ പെൺകുട്ടി ആരാണെന്നോ എന്താണെന്നോ അറിയില്ലായിരുന്നു ഇല്ലേ? അവളുടെ ഒരു പേര് പോലും നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് അവളുടെ പേര് കിട്ടി. എന്താണ് അവളുടെ പേര്? കവിത. അമ്മ വിളിക്കുകയാണ്, കവിത. എന്താ ചോദിക്കുന്നത്? ഹു ഈസ് ദെയർ? ആരവിടെ? ആരാ നിന്റെ കൂടെ അവിടെ നിൽക്കുന്നത്? അല്ലെങ്കിൽ നീ ആരോടാണ് സംസാരിക്കുന്നത്? ലെറ്റ്സ് ഗോ. നവീൻ ഹറി ഹിയറിംഗ് ദ വോയിസ്. അമ്മ വിളിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും നവീൻ പറഞ്ഞു, ബാബാ ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം എന്ന് ആരോട് പറഞ്ഞു? ഹി ടോൾ ടു സാഷ. സാഷിയോട് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. ഐ തിങ്ക് ഷി വിൽ ഹെൽപ്പ് ഹർ, സാഷ സജസ്റ്റ്. അപ്പൊ എന്തു പറഞ്ഞു? നമുക്ക് കവിതയുടെ കാര്യം ഉറപ്പായും അനു ടീച്ചറിനോട് പറയണം. ചിലപ്പോൾ അനു ടീച്ചറിന് സാഷയെ സഹായിക്കാൻ പറ്റും എന്ന്, സാഷയല്ല കവിതയെ സഹായിക്കാൻ പറ്റും എന്ന് സാഷ ആരോട് പറയുന്നു? നവീനോട് പറയുന്നു. സഹായിക്കാൻ പറ്റുമായിരിക്കുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ അനുപമ ടീച്ചറിന് സാധിക്കുമോ? സാഷയ്ക്ക് സാധിക്കുമോ? അറിയില്ല അല്ലേ? ഇനിയുള്ള ഭാഗങ്ങളിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ആ ഒരു ചോദ്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? ഹൗ? എങ്ങനെയായിരിക്കും അനുപമ ടീച്ചർ കവിതയെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? പഠിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുമായിരിക്കും അല്ലേ? നമുക്കറിയില്ല. ഇനി അഥവാ പണം കൊടുത്ത് സഹായിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതും അറിയില്ല. അത് നമുക്കിനി അടുത്ത ഭാഗങ്ങളിലെ അറിയാൻ പറ്റും. ഇവിടെ കവിത പറയുന്ന ഒരു ഡയലോഗ് എഴുതാനാണ് ഈ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കവിത എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സാഷ ഒരു ഗിഫ്റ്റ് കൊടുത്തു കവിതയ്ക്ക് അല്ലേ? സാഷ ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും കവിത എന്തായിരിക്കും തിരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് മറുപടിയാന്ന് പറയുക? ഇനിയും കൊണ്ടുതരണം എന്നാണോ പറയുന്നത്? ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരിക്കും ഇല്ലേ, ഇനിയും നിങ്ങൾ കൊണ്ടുതരണേ എന്ന്. പക്ഷേ ആ ഒരു ഗിഫ്റ്റ് നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും പറയാ? താങ്ക് യു പറയൂ അല്ലേ? താങ്ക്സ് ലോട്ട് പറയൂ അല്ലേ?
അപ്പം നമ്മുടെ കവിതയെ എന്ത് പറഞ്ഞു കാണും? താങ്ക് യു പറഞ്ഞു കാണും അല്ലേ? ആ താങ്ക് യു അവിടെ ഇരിക്കട്ടെ. ഇനി അനുപമ ടീച്ചർ എങ്ങനെയായിരിക്കും കവിതയെ സഹായിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.